പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ 75-ാം വാർഷികമാണ് ഇന്ന്. 75 എന്ന വർഷത്തിന് മറ്റേതെങ്കിലും വർഷത്തേക്കാൾ സവിശേഷമായ ഒരു പ്രാധാന്യം ഉള്ളടക്കത്തിലില്ല. എങ്കിലും 7.5 പതിറ്റാണ്ട് ഈ സ്വതന്ത്ര രാഷ്ട്രം അതിൻ്റെ അടിസ്ഥാന ഘടനയെ കാര്യമായ തകരാറുകളൊന്നും ഇല്ലാതെ നിലനിർത്തി പോരുന്നു എന്നത് വലിയ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. നാം ഈ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്ന സന്ദർഭം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകം ഒരു മഹാമാരിയുടെ പിടിയിൽപ്പെട്ട കാലമാണ്. ഒരുപക്ഷെ മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും ഇതുവരെയുള്ള ക്രമങ്ങളെ ഈ രോഗാവസ്ഥ മാറ്റി തീർത്തേക്കുമോ എന്ന ചോദ്യം പല രൂപത്തിൽ ലോകത്ത് ഇന്ന് ഉയരുന്നുണ്ട്. നമ്മുടെ കാലത്തെ വലിയ ചിന്തകന്മാരിൽ ഒരാളായിട്ടുള്ള, നിങ്ങളിൽ ചിലരെങ്കിലും അദ്ദേഹത്തെ വായിച്ചു കാണും, യുവാൽ നോവ ഹരാരി എന്നു പേരായ ഒരു ശാസ്ത്രചിന്തകൻ. അദ്ദേഹത്തിൻ്റെ സാപ്പിയൻസ് എന്ന ഗ്രന്ഥം ലോകത്ത് കഴിഞ്ഞ 6-7 വർഷങ്ങൾക്കിടയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്നാണ്. മനുഷ്യവംശത്തിൻ്റെ പ്രകൃതത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. ഹരാരി കോവിഡ് മഹാമാരിയെക്കുറിച്ച് പറഞ്ഞ 2 പ്രധാന കാര്യങ്ങൾ. അദ്ദേഹം പറയുന്നത്, ഒരു ജന്തു എന്ന നിലയിൽ മറ്റ് ജന്തുക്കളിൽ നിന്ന് മനുഷ്യരെ വ്യത്യസ്തരാക്കുന്ന 2 അടിസ്ഥാന ഘടകങ്ങളെ ഈ രോഗാവസ്ഥ അമർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ്. ഒന്ന്, മനുഷ്യർക്ക് കൂട്ടം കൂടാനുള്ള കഴിവുണ്ട്. മറ്റൊരു ജന്തുവും ബോധപൂർവമായ തീരുമാനങ്ങൾ എടുത്ത് കൂട്ടം കൂടാറില്ല. പറ്റങ്ങളായി സഞ്ചരിക്കുന്ന ജീവികളുണ്ട്. ഉറുമ്പാകാം, പക്ഷികളാകാം, മറ്റു പലതുമാകാം. അതൊരു ജന്മവാസന പോലെയുള്ള പറ്റം ചേരലാണ്. മനുഷ്യരങ്ങനെയല്ല. ചില സവിശേഷ ആവശ്യങ്ങളെ മുൻനിർത്തി, അത് ഉത്സവങ്ങളാകാം, സമ്മേളനങ്ങളാകാം, പ്രക്ഷോഭങ്ങളാകാം, മറ്റു പലതുമാകാം. നമ്മുടെ ഒരു ബോധപൂർവമായ തീരുമാനം എന്ന നിലയ്ക്ക് കൂട്ടം കൂടുകയും ആ സംഘബലം, സംഘബോധം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാക്കുകയും ചെയ്യുന്ന ഒരു ജന്തുവാണ് മനുഷ്യൻ. ലോകത്ത് എല്ലാ ഇടങ്ങളിലും ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന വലിയ കൂട്ടങ്ങൾ മനുഷ്യർ ചേർന്നുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിലാകട്ടെ അത്തരം കൂട്ടം ചേരലുകൾ ഏതാണ്ട് പൂർണ്ണമായും നിലച്ചുപോയി. മനുഷ്യർക്ക് കൂട്ടം ചേരാനുള്ള സഹജമായ ശേഷിയെ ഒരളവിൽ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ ലോകത്തിപ്പോൾ നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ഇനി അങ്ങോട്ടും എത്ര കാലം നാം ഈ രോഗാവസ്ഥയുടെ നടുവിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് വ്യക്തമല്ല താനും. രണ്ടാമത്തൊരു കാര്യം, ഒരു ജന്തു എന്ന നിലയിൽ മനുഷ്യൻ്റെ സവിശേഷത മനുഷ്യൻ ചിരിക്കുന്ന ജന്തുവാണ് എന്നതാണ്. ലോകത്ത് മറ്റൊരു ജന്തുവും ബോധപൂർവം ചിരിക്കില്ല. റാഷണൽ അനിമൽ, സോഷ്യൽ അനിമൽ, ടൂൾ മേക്കിംഗ് അനിമൽ എന്നൊക്കെ മനുഷ്യനെ നിർവചിക്കാറുണ്ട്. യുക്തിബോധമുള്ള മൃഗമാണ്, സാമൂഹിക മൃഗമാണ്, ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ജന്തുവാണ് മനുഷ്യൻ എന്നൊക്കെ പറയാറുണ്ട്. ഇതുപോലെ പറയാവുന്നൊരു പ്രധാന കാര്യമാണ് ലാഫിംഗ് അനിമൽ എന്നത്. ചിരിക്കുന്ന ജന്തുവാണ്. തൻ്റെ ആഹ്ലാദത്തെ പ്രദർശിപ്പിക്കാൻ മനുഷ്യന് ബോധപൂർവം ചിരിക്കാൻ പറ്റും. അങ്ങനെ ചിരിക്കുന്ന ഒരു ജന്തു എന്ന പദവിയെയും ഒരർത്ഥത്തിൽ കോവിഡ് മറച്ചു പിടിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ലോകത്തെല്ലാവരും മുഖാവരണം അണിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചിരിക്കുകയാണോ, നിങ്ങൾ എന്ത് ഭാവത്തിലാണ് നിലനിൽക്കുന്നത് എന്നേറെയൊന്നും വ്യക്തമാകാത്ത മട്ടിൽ നമുക്ക് സഞ്ചരിക്കേണ്ടതായും ജീവിക്കേണ്ടതായും വരുന്നു. ഇങ്ങനെ മനുഷ്യപ്രകൃതത്തിൻ്റെ അടിസ്ഥാനപരമായ ചില സ്വഭാവങ്ങളെ തന്നെ മറച്ചു പിടിക്കുന്ന, അതിന് നിർബന്ധിതരായ ഒരു ഘട്ടത്തിലാണ്
മാനവ നാഗരികത ഈ രോഗാവസ്ഥയിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു രോഗം എന്നതിനപ്പുറം, ഒരു മഹാമാരി എന്നതിനപ്പുറം മനുഷ്യവംശത്തിൻ്റെ ഇതുവരെയുള്ള ജീവിതക്രമങ്ങളെ അഴിച്ചുകളയാൻ, പുതിയ നിലയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കാവുന്ന ഒന്നാണ് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ പല സംവിധാനങ്ങളിൽ നോക്കിയാലും നമുക്ക് ഈ മാറ്റം കാണാനായിട്ട് കഴിയും. വിദ്യാഭ്യാസത്തിൻ്റെ സമ്പ്രദായത്തിൽ വലിയ മാറ്റം വന്നു. ഓൺലൈൻ വിദ്യാഭ്യാസം എന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സ്വാഭാവിക ഭാഗമായി മാറുന്നു. ക്ലാസ് മുറിയിലെ അധ്യാപനവും കലാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രങ്ങൾ എന്ന സ്ഥാനത്ത് നിന്ന് പതിയെ പതിയെ പിൻവാങ്ങി തുടങ്ങിയിരിക്കുന്നു. ഈ പുതിയ സന്ദർഭം ഉപയോഗപ്പെടുത്തി ഓൺലൈൻ വിദ്യാഭ്യാസത്തെയും ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ട വിദ്യാഭ്യാസത്തെയും ഒരു പുതിയ മാനദണ്ഡമാക്കാൻ ഉള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നു. ഇത് എങ്ങനെയാണ് നമ്മുടെ വിജ്ഞാന വ്യവസ്ഥയെ മാറ്റുക, നാം ഇക്കാലം വരെ ആർജിച്ച വിദ്യാഭ്യാസ ധാരണകളെ എങ്ങനെയൊക്കെയാണ് അത് മാറ്റിമറിക്കുക, ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ സാങ്കേതികതയിലേക്ക് എല്ലാ വിഷയങ്ങളെയും നാം പരിഭാഷപ്പെടുത്തേണ്ടി വരുമ്പോൾ ബോധന സമ്പ്രദായം എന്നത് വിഷയത്തിൻ്റെ സ്വഭാവത്തിൽ അധിഷ്ഠിതമല്ല. ബോധന സമ്പ്രദായം സാങ്കേതിക വിദ്യയുടെ സാധ്യതയിലാണ് അടിയുറച്ചിരിക്കുന്നത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി തുടങ്ങും. ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ വിഷയങ്ങളെയും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, പരിഭാഷപ്പെടുത്താൻ, അതിലൂടെ അവതരിപ്പിക്കാൻ നിർബന്ധിതരാകുമ്പോൾ വിഷയങ്ങളുടെ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾക്ക് എത്രത്തോളം അത് നിലനിർത്താൻ കഴിയും എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ക്ലാസ് മുറി നൽകുന്ന സോഷ്യലൈസേഷൻ്റെ, കൂടിക്കലരലിൻ്റെ, ഒത്തുചേർച്ചയുടെ സാധ്യതകൾക്ക് എന്ത് സംഭവിക്കും എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അങ്ങനെ ധാരാളം ചോദ്യങ്ങൾ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചാണ് ഈ മഹാമാരിയുടെ സന്ദർഭത്തിൽ. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹവും നമ്മുടെ ജീവിതവും വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത്. ഒപ്പം തന്നെ ലോകം വളരെ കൂടുതൽ സ്വേച്ഛാധിപത്യത്തിലേക്കും ഏകാധിപത്യത്തിലേക്കും നീങ്ങുന്നതിന് ഭരണാധികാരികൾ ഉപയോഗപ്പെടുത്തിയ ഒരു സന്ദർഭവുമായി ഈ മഹാമാരിയുടെ കാലം മാറി. ചെറുത്തുനിൽപ്പുകൾ അസാധ്യമാകുന്ന മട്ടിൽ കൂട്ടം ചേരാനോ ഒരുമിച്ച് പ്രതിഷേധിക്കാനോ ആ പ്രതിഷേധത്തിലൂടെ തങ്ങളുടെ ജനാധിപത്യപരമായ ശക്തിയെ പ്രകടിപ്പിക്കാനോ ജനങ്ങൾക്ക് കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ലോകമെമ്പാടും ഏകാധിപതികൾ പല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു സർവൈലൻസ് സ്റ്റേറ്റ് എന്നത്, എല്ലാവരെയും എപ്പോഴും നിരീക്ഷിക്കുന്ന ഒരു ഭരണകൂടം എന്നത് ഒരു സ്വാഭാവിക രീതിയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പല മാറ്റങ്ങൾ നമ്മുടെ ജീവിത പരിസരത്ത് പല രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് വാസ്തവത്തിൽ ഈ മഹാമാരിയുടേത്. അതുകൊണ്ടാണ് ചിലരൊക്കെ ഇതിനൊരു സിവിലൈസേഷണൽ ചേഞ്ച്, ഇതുവരെ ഉണ്ടായിരുന്ന നാഗരികതയുടെ ക്രമങ്ങളിലുള്ള ഒരു വഴിത്തിരിവായി ഈ രോഗാവസ്ഥ മാറിത്തീരുന്നുണ്ട്. അത് രോഗം മാത്രമല്ല, അത് ജീവിതക്രമങ്ങളെ ആകമാനമുള്ളൊരു വഴിമാറലാണ് എന്ന നിലയിൽ പലരും നിരീക്ഷിക്കുന്നത്. എന്തായാലും ഞാൻ ഇത്രയും പറയാൻ കാരണം, വാസ്തവത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തിൽ എത്തുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം നേരിടുന്ന ചില വെല്ലുവിളികളെ കൂടി ഇത് സൂചിപ്പിക്കുന്നുണ്ട് എന്നതാണ്. വാസ്തവത്തിൽ എന്തിനെയാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? സ്വാതന്ത്ര്യം എന്നത് ഒരു ജന്തുവിനെ സംബന്ധിച്ചും ഒരു മനുഷ്യനെ സംബന്ധിച്ചും ഒരേ കാര്യം അല്ല. ഒരു ജന്തുവിനെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം എന്നതിന് വളരെ പരിമിതമായ അതിൻ്റെ ബയോളജിക്കലായ ഒരർത്ഥമേ ഉള്ളൂ. ഒരു കിളി സ്വതന്ത്രമായിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അത് പറക്കുന്നു എന്ന് മാത്രമാണ്. അതിന് പറക്കാനും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാനും കഴിയുന്നു എന്നതാണ് ഒരു കിളിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം. അതിന് നിങ്ങൾ കൂട്ടിലടയ്ക്കുമ്പോൾ അതിന് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു, തുറന്നു വിടുമ്പോൾ അതിന് സ്വാതന്ത്ര്യം കൈവരുന്നു. മനുഷ്യ സ്വാതന്ത്ര്യം അതല്ല. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്നത് നമ്മുടെ 20ാം നൂറ്റാണ്ടിലെ വലിയ ചിന്തകന്മാരിൽ ഒരാൾ അതിനെ കൗതുകമുള്ള ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളൊരു കിളിയെ കല്ലെറിഞ്ഞാൽ, ഒരു മരക്കൊമ്പിലിരിക്കുന്ന ഒരു കിളിയെ നിങ്ങൾ കല്ലെറിഞ്ഞാൽ ആ കിളി പറന്നു പോകും, മറ്റൊന്നും ചെയ്യില്ല. മറിച്ച് നിങ്ങളൊരു പാർക്കിലിരിക്കുമ്പോൾ ഒരാൾ നിങ്ങളെ കല്ലെറിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോട് പ്രതികരിക്കാൻ പല വഴികളുണ്ട്. നിങ്ങൾക്ക് കല്ലേറ് കൊള്ളാതെ മാറിയിരിക്കാം,
കല്ലെറിഞ്ഞ ആളോട് എന്തിനാണ് കല്ലെറിയുന്നത് എന്ന് ചോദിക്കാം, തിരിച്ചയാളെ കല്ലെറിയാം. അല്ലെങ്കിൽ ഗാന്ധി ചെയ്ത പോലെ എത്ര കല്ലെറിഞ്ഞാലും നിങ്ങൾക്ക് എന്നെ ഇവിടെ നിന്ന് മാറ്റിയിരുത്താൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യാം. ഇതിലേതാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഇച്ഛയാണ്. ആ ഇച്ഛയുടെ പേരാണ് സ്വാതന്ത്ര്യം. മനുഷ്യർക്ക് അങ്ങനെ ഒരു ഇച്ഛയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു നൂറ്റാണ്ട് മുമ്പുണ്ടായ ഒരു വലിയ പാട്ട്, ഇന്റർനാഷണൽ സാർവദേശീയ ഗാനം. ആ സാർവദേശീയ ഗാനത്തിൽ അങ്ങനെ ഒരു വരിയുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നിശ്ചയിക്കണം എന്നതാണ്. നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ നിശ്ചയിക്കുകയും ആ നിശ്ചയത്തിനൊത്ത് നാം അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് വാസ്തവത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം എന്നത്. അതല്ലാതെ മുൻകൂറായി തീരുമാനിക്കപ്പെട്ട ഒരു ക്രമത്തിലൂടെ അതിനനുസരിച്ച് കടന്നു പോകാൻ അവസരം ലഭിക്കുന്നതിൻ്റെ പേരല്ല. ഒരു കിളിയെ സംബന്ധിച്ച് പറക്കുക എന്നുള്ളത് ഇച്ഛയുടെ ആവിഷ്കാരമല്ല, ഒരു ബയോളജിക്കൽ എക്സ്പ്രഷനാണ്. അതിൻ്റെ ശരീരശാസ്ത്രപരവും ജീവശാസ്ത്രപരവുമായ ഒരു ശേഷിയാണ് പറക്കുക എന്നുള്ളത്. ഒരു മീൻ നീന്തുന്നു എന്നുള്ളത്. പക്ഷെ ഒരു മനുഷ്യൻ നീന്തുന്നു എന്നുള്ളത് ശരീരശാസ്ത്രപരമായിട്ടല്ല, ഇച്ഛ കൊണ്ടാണ്. മനുഷ്യർ വിമാനങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് ബയോളജിക്കലായ ഒരു ശേഷിയല്ല, മറിച്ച് മനുഷ്യേച്ഛയുടെ ആവിഷ്കാരമാണ്. ഈ ഇച്ഛയെ ആവിഷ്കരിക്കുക. അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്നതിൽ, മനുഷ്യ സ്വാതന്ത്ര്യം എന്നതിൽ മനുഷ്യരുടെ ബോധപൂർവമായ ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തെയാണ് സ്വാതന്ത്ര്യം എന്ന് നാം പറയുന്നത്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നൊക്കെ നമ്മുടെ കവികൾ പല രൂപത്തിൽ പറയുന്നത്. അത് കൂട്ടിലടച്ച കിളി പുറത്ത് പറന്നു നടക്കുന്നു എന്ന ലളിതമായ അർത്ഥത്തിലല്ല, മറിച്ച് നാം നമ്മുടെ ബോധ്യങ്ങളെ, നമ്മുടെ ധാരണകളെ പ്രകാശിപ്പിക്കുന്നു എന്നിടത്താണ്. അങ്ങനെ പ്രകാശിപ്പിക്കുന്നു എന്ന് വരുമ്പോൾ സ്വാതന്ത്ര്യം എന്നത് നാം കൈക്കൊള്ളേണ്ട നീതിപൂർവകമായ ജനാധിപത്യപരമായ ചില ബോധ്യങ്ങളുടെ, ചില തീരുമാനങ്ങളുടെ കൂടി ആവിഷ്കാരമായി തീരുന്നു. ലളിതമായി പറഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യം അർത്ഥപൂർണമായി തീരുന്നത് എൻ്റെ സ്വാതന്ത്ര്യം ആവിഷ്കരിക്കാൻ എനിക്ക് ശേഷി കൈവരുമ്പോൾ മാത്രമല്ല. ഇന്ത്യ സ്വതന്ത്രമായ സന്ദർഭത്തിൽ ഗാന്ധിജി നവഖാലിയിലായിരുന്നു. അദ്ദേഹം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തതേയില്ല. അദ്ദേഹം വിഭജനത്താൽ മുറിഞ്ഞ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെ, ചോരപ്പുഴകൾക്ക് നടുവിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഗാന്ധിജിയോട് ചോദിച്ചു, ഈ രാഷ്ട്രം എന്താണ് ചെയ്യേണ്ടത്? സ്വതന്ത്രമായ ഇന്ത്യ എന്ന രാഷ്ട്രം എന്താണ് ചെയ്യേണ്ടത്? ഗാന്ധിജി പറഞ്ഞ ലളിതമായ ഉത്തരം, വൈപ്പ് ഔട്ട് ദ ടീയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ. നിങ്ങളുടെ സ്വാതന്ത്ര്യം കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ രാജ്യത്തെ ഏറ്റവും നിസ്വരായ മനുഷ്യരുടെ കണ്ണീരൊപ്പലാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം അതായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നത് തൻ്റെ ആസക്തികളുടെ, തൻ്റെ തൃഷ്ണകളുടെ, തൻ്റെ അഭിലാഷങ്ങളുടെ ആവിഷ്കാരമായിരുന്നില്ല. അവസാനത്തെ മനുഷ്യനെ കാണുകയും അയാളുടെ കണ്ണീരൊപ്പാൻ തനിക്ക് അവസരം കൈവരുകയും ചെയ്യുക എന്നതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം എന്നായിരുന്നു ഗാന്ധിജി കരുതിയത്. ഇതൊരു തീരുമാനമാണ്. അതായത് എൻ്റെ സ്വാതന്ത്ര്യം എന്നെ സമ്പന്നനാക്കുകയാണോ വേണ്ടത്, എന്നെ സ്വാതന്ത്ര്യം എന്നെ ധനികനാക്കുകയാണോ വേണ്ടത്, എന്നെ അധികാരത്തിലെത്തിക്കുകയാണോ വേണ്ടത്, അതോ അവസാനത്തെ മനുഷ്യനെ കാണാനുള്ള ഒരു കണ്ണ് എനിക്ക് നൽകുകയാണോ സ്വാതന്ത്ര്യം ചെയ്യേണ്ടത് എന്നത് നാം എടുക്കുന്ന തീരുമാനമാണ്. ആ തീരുമാനം നീതിപൂർണമാകുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിന് വലിയ അർത്ഥം വരുന്നത്. അല്ലാത്തപ്പോൾ സ്വാതന്ത്ര്യം ഒരു മൃഗസഹജമായ, ഒരു ബയോളജിക്കലായ എക്സ്പ്രഷൻ അപ്പുറം പോകില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തെ എങ്ങനെ മനസ്സിലാക്കണമെന്നത് വാസ്തവത്തിൽ നാം തീരുമാനിക്കേണ്ടതാണ്. നിങ്ങൾക്ക് കൈവന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അവസരത്തെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? നമ്മുടേതായ ജീവിത വിജയങ്ങൾക്ക് വേണ്ടി പടിപടിയായി നമ്മെ തന്നെ ക്രമീകരിക്കുന്നതിൻ്റെ പേരാണോ സ്വാതന്ത്ര്യം? അതോ അസ്വതന്ത്രരായ നമുക്ക് ചുറ്റുമുള്ള കോടാനുകൂടി മനുഷ്യരെ കാണാൻ കൂടിയുള്ള സന്നദ്ധതയുടെ പേരാണോ സ്വാതന്ത്ര്യം എന്ന ചോദ്യം സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി ഇന്ന് സമ്മാനിതരായ ആളുകൾക്ക് സമ്മാനം നൽകുന്ന ദിവസമാണ്, വിജയികളായ ആളുകൾക്ക് സമ്മാനം നൽകുന്ന ദിവസമാണ്. ഞാൻ വളരെ മുമ്പ് പലയിടങ്ങളിൽ പറഞ്ഞ ഒരു വാക്യം, ഗാന്ധിജിയുടെ ഒരു വാക്യം, അദ്ദേഹത്തോടൊരു കുട്ടി ചോദിക്കുന്നുണ്ട്, ബാപ്പുജി എന്താണ് ജനാധിപത്യം?
അപ്പോൾ ഗാന്ധിജി പറഞ്ഞ ഉത്തരം, നിങ്ങൾ ഒരു ഓട്ട മത്സരത്തിൽ ജയിക്കുമ്പോൾ നിങ്ങൾ ജയിച്ചു എന്ന് മാത്രം ധരിക്കാതെ കൂടെ ചിലർ ഓടിയിരുന്നു എന്ന് കൂടി ഓർക്കുന്നതിൻ്റെ പേരാണ് ജനാധിപത്യം എന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഓടാനും തോൽക്കാനും സന്നദ്ധരായ ചിലരുണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മിൽ ഒരാൾ വിജയിക്കുന്നത് എന്ന് വിജയികൾ ഓർമ്മിക്കുന്നതിൻ്റെ പേരാണ് ജനാധിപത്യം. അതുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യബോധം എന്നത് അസ്വതന്ത്രരെ കുറിച്ചുള്ള ഓർമ്മയാണ്. നമ്മുടെ വിജയം എന്നത് പരാജിതരെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. നമ്മുടെ ആഹ്ലാദങ്ങൾ എന്നത് ദുഃഖിതരുടെ കണ്ണീരിനെ കുറിച്ചുള്ള നിതാന്തമായ ജാഗ്രതയാണ് എന്ന് ഈ രാജ്യത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരാളാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. നിർഭാഗ്യവശാൽ ആ ഓർമ്മകളൊക്കെ മങ്ങി പോകുന്ന ഒരു കാലത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. കാരണം നാം സ്വാതന്ത്ര്യം എന്നത് നാം ശക്തരാകുന്നതിൻ്റെയും മറ്റുള്ളവർ ദുർബലരാകുന്നതിൻ്റെയും പേരാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ കൂടുതൽ പരിശീലിപ്പിക്കപ്പെടുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ബലിഷ്ഠനായി തീരുകയും മറ്റുള്ളവർ നിങ്ങളുടെ കീഴ്പ്പെട്ട് നിങ്ങളുടെ യുക്തികൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് സ്വാതന്ത്ര്യമല്ല, വാസ്തവത്തിൽ അത് പാരതന്ത്ര്യമാണ്. കാരണം ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള സമുന്നതമായ ജീവിതമല്ല അവിടെ വാസ്തവത്തിൽ ഒരാൾക്ക് കൈവരുന്നത്. അതായിരുന്നു ഗാന്ധിജി പറയാനായിട്ട് ശ്രമിച്ച ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കിളിയുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് കൂട്ടിലടക്കപ്പെടുകയും പിന്നെ കൂട്ടിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്ന ഒരു നായിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഒക്കെ മനുഷ്യ സ്വാതന്ത്ര്യം വ്യത്യസ്തമാകുന്നത് അതിൽ നമ്മുടെ ഇച്ഛയുണ്ട്, അതിൽ നമ്മുടെ ബോധ്യങ്ങളുണ്ട്, നമ്മുടെ ജീവിത വീക്ഷണങ്ങളുണ്ട്. ആ ജീവിത വീക്ഷണങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യവംശത്തോളം വലിയ ഒരു മൂല്യത്തെ ഉൾക്കൊള്ളുന്നതായി തീരുമ്പോൾ സ്വാതന്ത്ര്യം അർത്ഥപൂർണമായി തീരും. അല്ലാത്തപ്പോൾ സ്വാതന്ത്ര്യം ജന്തു സഹജമായ സ്വാതന്ത്ര്യമായി തീരും. അതുകൊണ്ട് ജന്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് മാനുഷിക സ്വാതന്ത്ര്യത്തിലേക്ക് സമുന്നതമായ ഒരു ഉയർച്ചയുണ്ട് എന്നതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ ഒരു അർത്ഥം. ഇത് ഇന്ത്യക്കാരോട് ആദ്യം പറഞ്ഞ ഒരാൾ നമ്മുടെ വലിയ കവിയായിരുന്ന ടാഗോറാണ്. ടാഗോർ അദ്ദേഹത്തിൻ്റെ കവിതകളിലൊരിടത്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ അദ്ദേഹം വിശദീകരിച്ച ഒരു വാക്യമാണ്, ഇടുങ്ങിയ ഭിത്തികൾ കൊണ്ട് വേർതിരിക്കപ്പെട്ടിട്ടില്ലാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗം എന്നാണ്. സ്വാതന്ത്ര്യത്തെ അദ്ദേഹം വിളിച്ചത് അങ്ങനെയാണ്. Where the world has not been broken into fragments by narrow domestic walls, into that heaven of freedom, my father let my country awaken. എവിടെയാണോ ലോകം ഇടുങ്ങിയ ഭിത്തികൾ കൊണ്ട് വെട്ടിമുറിക്കപ്പെട്ടിട്ടില്ലാത്തത്, സ്വാതന്ത്ര്യത്തിൻ്റെ ആ സ്വർഗത്തിലേക്ക് എൻ്റെ പിതാവേ എൻ്റെ രാജ്യത്തെ കൂടി ഉയർത്തേണമേ എന്നതായിരുന്നു ടാഗോറിൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് നിങ്ങളുടെ രാജ്യം ലോകം കീഴടക്കുന്നതല്ല സ്വാതന്ത്ര്യം, മറിച്ച് അതിരുകളില്ലാത്ത മനുഷ്യവംശത്തിൻ്റെ സാർവത്രികമായ സാഹോദര്യത്തിൻ്റെ ഒരു സന്ദർഭത്തെയാണ് ടാഗോർ സ്വാതന്ത്ര്യം എന്ന് കരുതിയത്. നിർഭാഗ്യവശാൽ ഈ സാഹോദര്യ ഭാവന നമ്മുടെ ജീവിതത്തിൽ മാഞ്ഞു പോകുന്ന ഒരു കാലമാണ്. നമ്മുടെ ഭരണഘടനയിൽ സ്വാതന്ത്ര്യം എന്ന വാക്കുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ വിദ്യാലയത്തിൽ നിന്നെടുത്ത പ്രതിജ്ഞയിൽ ആ ഒരു വാക്കുണ്ടായിരുന്നു, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എൻ്റെ ഇന്ത്യ എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാരാണ്. അത് ഒരു കാലം ജന്മം നൽകിയ അത്യന്തം സമുന്നതമായൊരു മൂല്യത്തെ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വാംശീകരിച്ചതിൻ്റെ അടയാളമാണ് ആ വാക്ക്. നിർഭാഗ്യവശാൽ നമുക്കിടയിൽ ടാഗോർ പ്രതീക്ഷിച്ചതുപോലെ ഇടുങ്ങിയ ഭിത്തികൾ ഇല്ലാതാവുകയല്ല, ഇടുങ്ങിയ ഭിത്തികൾ പെരുകി വരുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യബോധം എന്നത് നമ്മുടെ ഇച്ഛയുടെ ആവിഷ്കാരം മാത്രമല്ല, നമ്മുടെ ജീവിത വിജയം മാത്രമല്ല, നമ്മുടെ മികവുകളെ വളർത്തിയെടുക്കാനുള്ള അവസര ലഭ്യത മാത്രമല്ല, മറിച്ച് ഇതൊന്നും ലഭിക്കാതെ പോയ മനുഷ്യരെ കുറിച്ചുള്ള കരുതൽ കൂടിയാണ് വാസ്തവത്തിൽ സ്വാതന്ത്ര്യം. അതാണ് സ്വാതന്ത്ര്യത്തെ മഹിമയുറ്റതാക്കുന്നത്. നിങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അത്തരം സ്വാതന്ത്ര്യം കൈവന്നിട്ടില്ലാത്തവരെ ഓർമ്മിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടി നമുക്ക് കൈവന്നിരിക്കുന്നു എന്നതാണ്. അങ്ങനെ സ്വാതന്ത്ര്യത്തെ അതിൻ്റെ മൃഗസഹജമായ ശാരീരിക അർത്ഥത്തിൽ നിന്ന് മനുഷ്യോചിതമായ മഹത്വപൂർണതയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രേരണയായി സ്വാതന്ത്ര്യബോധം മാറണം എന്നതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ധാർമ്മിക മൂല്യം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ജന്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിന് ധാർമ്മിക അടിസ്ഥാനമില്ല, മനുഷ്യ സ്വാതന്ത്ര്യത്തിന് ധാർമ്മികമായ അടിസ്ഥാനമുണ്ട്. ആ ധാർമ്മിക അടിസ്ഥാനത്തിൻ്റെ ആധാരമായിരിക്കുന്നത്
അത് അപരബോധമാണ് എന്ന് പറയാം. നാം അല്ലാത്തവരെ കുറിച്ചുള്ള നമ്മുടെ കരുതലിലാണ് സ്വാതന്ത്ര്യബോധത്തിൻ്റെ ധാർമ്മിക അടിസ്ഥാനം ഉള്ളത്. അത്തരം ധാർമ്മിക അടിസ്ഥാനമുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാഷ്ട്രത്തിന് കൈവരണം എന്നതായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൻ്റെ ഒക്കെ കാലത്തെ വലിയ പ്രത്യാശ. ആ പ്രത്യാശകളൊക്കെ മങ്ങിപ്പോയൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും ആ പ്രത്യാശയെ, അതിൻ്റെ മൂല്യത്തെ നാം കൈവിട്ടുകൂടാ എന്നതാണ് വാസ്തവത്തിൽ ഈ സമ്മേളനത്തിൻ്റെ അടക്കം വലിയ ഒരു പ്രാധാന്യം. സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ പറഞ്ഞല്ലോ, ഒരു ധനകാര്യ സ്ഥാപനം എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നത്. ഇത് ഈ ഒരു ധനകാര്യ സ്ഥാപനം മാത്രമല്ല, കേരളത്തിലെയും മറ്റ് പലയിടങ്ങളിലെയും എത്രയോ സാമ്പത്തിക സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ സാമൂഹികമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ നൽകുന്നു, കുട്ടികൾക്ക് പുസ്തകങ്ങൾ നൽകുന്നു, നാട്ടുകാർക്ക് സൗജന്യമായി ഭക്ഷണ കിറ്റുകൾ നൽകുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ഇങ്ങനെ ഈ നാട്ടിൽ ചെയ്യുന്നു. അത് മുഴുവൻ ഞാൻ ഈ പറഞ്ഞതുപോലെ വലിയ ഒരു സാമൂഹിക ബോധ്യമാണ്. ഞാനെന്ന് പറയുന്നത് ഒറ്റയ്ക്കൊരു തുരുത്തായി നിൽക്കുന്ന ഒരാളുടെ പേരല്ല, ഞാനെന്ന് പറയുന്നത് ഒരു ലോകബന്ധത്തിൻ്റെ പേരാണ്. അതുകൊണ്ട് ഈ ചുറ്റുമുള്ള മനുഷ്യരെയും അവരുമായി പുലരുന്ന ബന്ധത്തെയും ഒരാൾ തിരിച്ചറിയുന്ന ഒരു സന്ദർഭത്തെയാണ് സാമൂഹ്യ ബോധം എന്ന് പറയുന്നത്. ആ ബോധമാണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളിലേക്കും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലേക്കുമൊക്കെ നമ്മുടെ ഗ്രന്ഥശാലകളെ, നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തെ, നമ്മുടെ നാട്ടിലെ ചെറുതും വലുതുമായ സംഘടനകളെ ഒക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് കൂടി നാം സ്വാതന്ത്ര്യത്തിൻ്റെ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. നാം നേടുന്ന വിജയങ്ങളുടെ സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. ആ ഓർമ്മ നമ്മുടെ സ്വാതന്ത്ര്യത്തെയും നമ്മുടെ വിജയത്തെയും കൂടുതൽ മഹിമയുള്ളതാക്കി തീർക്കും. അങ്ങനെ ജന്തുസഹജമായ ഒരു സ്വാതന്ത്ര്യ സങ്കല്പത്തിനപ്പുറം മനുഷ്യോചിതമായ ഒരു മഹത്വത്തിലേക്ക് ആ സ്വാതന്ത്ര്യബോധത്തെ ഉയർത്താൻ കൂടിയുള്ള പ്രേരണയായി ഈ വിജയ ആശംസകൾ, ഇവിടെ ലഭിക്കുന്ന അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന ആഗ്രഹം കൂടി പങ്കുവെച്ചുകൊണ്ട് ഏവർക്കും എൻ്റെ ഹൃദയംഗമമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. നമസ്കാരം.